മുത്തശ്ശി അനുഗ്രഹിച്ച് പറഞ്ഞയച്ചില്ലേ? മോക്കിനി ഒരു വിഷമം ഉണ്ടാവില്ല. ഇറങ്ങി വന്ന വീടും സ്നേഹമില്ലാത്ത സ്വന്തക്കാരും അവരുടെ പാട് നോക്കി ജീവിക്കട്ടെ. മോള് ചിന്നമണിയാ, ഞങ്ങളുടെയൊക്കെ ചിന്നമണി. എനിക്ക് തന്ന ഈ പേര് വേറെ ഒരു പേരില്ലാന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഒരു പേരിന് സ്വന്തം ജാതകവും ജനന സർട്ടിഫിക്കറ്റും ഒന്നും ഉണ്ടാവില്ല. ഏതോ ഒരു ചിന്നമണി നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ട്. അതാരാന്ന് എന്നോടൊന്ന് പറഞ്ഞൂടെ? എന്താ ചെറിയമ്മ ഇത്? നീ ഇത്തിരി കരഞ്ഞാലും സാരില്ല, ഇവളോട് ഇത് പറയണം. നിന്നെ വേദനിപ്പിക്കാനല്ല, ഇവളെ നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നതിനുള്ള കാരണം ഇവളും കൂടി അറിയണ്ടേ? അറിയട്ടെ. ആ ദിനകരൻ എവിടെ? അവൻ പറഞ്ഞോളൂ. അവൻ മുത്തശ്ശിയുടെ പിന്നാലെ പോയെന്നല്ലേ പറഞ്ഞത്? എന്നാ ഞാൻ പറയാം. മോൾക്കുള്ള ജാതകവും ജനന സർട്ടിഫിക്കറ്റും എല്ലാം ഇവിടെ വെച്ച് പോയത് മറ്റാരുമല്ല, ചെറിയമ്മയുടെ മോള ചിന്നമണി. എന്റെ അമ്മണിയുടെ ചികിത്സയ്ക്ക് വേണ്ടി തറവാട്ട് പറമ്പ് പണയപ്പെടുത്തി തുമ്പശ്ശേരി കുറുപ്പിനോട് ഞാൻ കുറെ പണം കടം വാങ്ങി. കുറുപ്പ് ഞങ്ങളെ ചതിച്ചു. പലിശയും പലിശയ്ക്ക് പലിശയും ചേർത്ത് എന്നെ വലിയൊരു കടക്കാരനാക്കി. കള്ളരേഖ ഉണ്ടാക്കി തറവാട്ട് പറമ്പ് അയാൾ സ്വന്തമാക്കി. അമ്മിണിയെ മറവ് ചെയ്തെടുത്ത് ഞങ്ങൾ ശ്രാദ്ധകാലത്ത് ചെല്ലുന്നത് പോലും അയാൾ വിലക്കി. ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തു. അയാൾ തോറ്റു. കോടതിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ അയാളുടെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ ജീപ്പ് തടഞ്ഞു. ജീപ്പ് മറിഞ്ഞു. ജീപ്പിലുണ്ടായിരുന്ന ചിന്നമണി തലയ്ക്ക് ക്ഷതം പറ്റി 6 മാസം ഈ വീട്ടിൽ കിടന്നു. മരിക്കുമ്പോ ചിന്നമണിക്ക് 14 വയസ്സാ. വെറും 14 വയസ്സ്. എന്റെ മോളെ ഓർക്കാത്ത ദിവസങ്ങളില്ല. നെഞ്ചുപൊട്ടി കരയണം തോന്നുമ്പോ കൊച്ചേട്ടൻ പറയും, നീ പോലീസിന്റെ ഭാര്യയാ, പോലീസിന്റെ ഭാര്യ കരയാൻ പാടില്ലെന്ന്. പിന്നെ ഞാൻ കരയാറില്ല. ഞാൻ കരഞ്ഞ പോലീസുകാരനെ കരയും. ആ കരച്ചിൽ കാണാൻ എനിക്ക് ശക്തിയില്ല. പോലീസിന്റെ ഭാര്യ കരയിച്ചതിന് മാപ്പ്. ചെറിയമ്മേന്നല്ല, ഇനി ഞാൻ അമ്മേനെ വിളിക്കൂ. അതാ വരുന്നുണ്ട്. സകല അന്തസ്സ് നശിപ്പിച്ച് നിങ്ങളെ പട്ടിക്ക് സമമാക്കി അതാ വരുന്നുണ്ട്. ഒരൊറ്റ തുള്ളി വെള്ളം ഇനി എന്റെ കൈ കൊണ്ട് കൊടുക്കുന്നു വിചാരിക്കണ്ട. എന്തേ വന്നേ? വഴിയിലെങ്ങാനും വീണ് ചത്ത് കാണുമെന്ന് വിചാരിച്ചത്. തേനൊലിപ്പിച്ചിട്ടല്ലേ ഇവിടെ ഇറങ്ങിപ്പോയത്? എല്ലാ കഷ്ടത്തിനും ആ തുമ്പശ്ശേരി കുറിപ്പിന് പറഞ്ഞോണ്ടിരുന്ന് നേരം വിളിപ്പിച്ചോ? അതിലും വലിയ വിഷം നിങ്ങളുടെ തള്ള. രുക്മിണിയാണെന്ന് അറിഞ്ഞോണ്ട് തന്നെയല്ലേ അവള് മറ്റാരും ആണെന്ന് വിളിച്ചു പറഞ്ഞത്? മോനെ, ദാഹിച്ചിട്ട് വയ്യ. അമ്മയ്ക്ക് ഇത്തിരി വെള്ളം തരുമോ? അമ്മ നിന്നെ ചതിച്ചു എന്ന് തോന്നുന്നുണ്ടാവും. അവള് രുക്മിണിയാണെന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാലും അവളെ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടില്ല. നിന്റെ ഏട്ടൻ മരിച്ച പിന്നെ അമ്മയില്ലാത്ത ആ കുട്ടി ഈ നെഞ്ചത്ത് കിടന്നാ വളർന്നത്. ആ മോള് കരയാത്ത ഒരു ദിവസം ഞാൻ കണ്ടിട്ടുണ്ടോ? വിശപ്പ് മാറി ഒന്ന് ചിരിച്ചു കണ്ടിട്ടുണ്ടോ? ചെറിയച്ഛനാവാതെയും അച്ഛനാവാതെയും മക്കളാവാതെയും ആ കുടുംബം അവളെ സ്നേഹിക്കുന്നത് നീ കണ്ടുവോ? എന്റെ മോളെ എത്തിച്ചേർന്നത് ഏതോ ഒരു വീട്ടിലല്ല മോനി, സ്വർഗത്തിലാ, സ്വർഗത്തില്. അവളെ പോലെ ഒരു നേരത്തെ ശ്വാസെങ്കിലും ആ വീട്ടിൽ നിന്ന് ശ്വസിക്കാൻ എനിക്ക് സാധിച്ചില്ല. അവരെന്നെ വിളിച്ചില്ല. എന്നാലും ദാഹിക്കുന്നുണ്ട്. തിരി വെള്ളം തരുമോ? കുടിപ്പിക്കില്ല ഞാൻ. നീ എന്തിനാ വെള്ളം മറച്ചു കളഞ്ഞത്? അമ്മ കുടിച്ചാൽ അവിടുത്തെ കളർ പറ്റുമോ? ഏത് വെള്ളം? ഞാനമ്മയ്ക്ക് വെള്ളമൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അമ്മയല്ലേ ഇപ്പൊ ഒന്ന് വെള്ളം ചോദിച്ചേ? പഠിക്കല് വീണ് കിടക്കാണ്ട് നോക്കിയതാ. എടുക്കുമ്പോ ചെറുതായിട്ടൊന്നും മെഡിക്കുണ്ടായിരുന്നു. ഇപ്പൊ അമ്മ ഇപ്പൊ വീട് വന്നതല്ലേ?
രുക്മിണിയുടെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞതേ ഉള്ളൂ. കുടിക്കാൻ വെള്ളം ചോദിച്ചതാ, കാത്തു നിൽക്കാതെ അതെടുത്ത് കുടിക്കാൻ തുടങ്ങിയതാ. പിന്നെ എങ്ങനെയാ പഠിക്കല് വീണത്? ഒരു പായെടുത്ത് വിൽക്കടി നാളെ. തലക്കില് കത്തിച്ചു വെക്കാൻ ഒരു വിളക്കും ചുറ്റി വരയ്ക്കാൻ കുറച്ച് അരിയും വേണം. അതിനു മുമ്പ് കാല് കഴുകാൻ എനിക്കിത്തിരി വെള്ളം തരൂ. മുത്തശ്ശി. മോളെ, മനുഷ്യജന്മം എടുത്ത് ചെറിയച്ഛനായിന്നേ ഉള്ളൂ. പാപിയാ, കൊടും പാപി. അമ്മയുടെ നിഴലിൽ നീ വന്ന് നമസ്കരിക്കുമ്പോ ഇല്ലാതാവണത് അമ്മയോട് ഞാൻ ചെയ്ത പാപ. ദാഹിച്ചു വന്നു ഒരിറ്റ് വെള്ളം കൊടുത്തില്ല. ഈ ഞാൻ മാത്രല്ല, ഈ നിക്കണ ഇവളും കൊടുത്തില്ല. ഇനി അതൊന്നും ഓർമ്മിക്കരുത്. നിങ്ങളെ അങ്ങനെ ശപിച്ചിട്ടൊന്നുമല്ല മുത്തശ്ശി പോയത്. പടിക്കല് വീണ് കിടക്കണണ്ട് ഓടിച്ചെന്ന് മടിയിലെടുത്ത് കിടത്തുമ്പോ മുത്തശ്ശി എന്നെ ചിന്നാന്നാ വിളിച്ചത്. സത്യ പറയുന്നേ, എന്നെ ചിന്നാന്നാ വിളിച്ചത്. അതെ, ചിന്ന ചിന്ന. മുത്തശ്ശി 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 മുത്തശ്ശി. ഏയ്, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു പകയില്ല. രുക്മിണി എൻ്റെ കൂടെ ഇറങ്ങി വന്നതോ ഞാൻ അവളെ തട്ടിക്കൊണ്ടുപോയതോ അല്ല. മരിക്കാൻ പോയവളെ രക്ഷിക്കേണ്ടി വന്നു. ഞങ്ങളിൽ നിന്നും തട്ടിയെടുത്ത് തുമ്പശ്ശേരിക്കുറിപ്പ് കൊന്നു കളയാതിരിക്കാൻ ചിന്നമണി ആക്കേണ്ടി വന്നു. ആളെ വിട്ട് നാട് മുഴുവനും മോഷ്ടിച്ചു കൊണ്ടുവന്ന് പത്തായപ്പുറയിൽ സൂക്ഷിച്ചിട്ടുള്ള തുമ്പശ്ശേരിക്കുറിപ്പിന്റെ ചതിക്കുഴിയിലാണ് നിങ്ങൾ. അത് മുഴുവനും തിരിച്ചെടുത്ത നാട്ടുകാര് നാളെ ഒരു വാക്ക് പറഞ്ഞാൽ കുറിപ്പിന്റെ കൂടെ നിങ്ങൾ കിടന്ന് അഴിയണം. പക്ഷേ ഞങ്ങൾ നിങ്ങളെ ചതിക്കില്ല. മരിച്ചുപോയ നിങ്ങളുടെ അമ്മ രുക്മിണിയോട് കാണിച്ച സ്നേഹമുണ്ടല്ലോ, അതിനു മുമ്പിൽ ഞങ്ങളെല്ലാം തോറ്റുപോയി, ശരിക്കും തോറ്റുപോയി. ഒരിക്കലും തിരിച്ചു തരില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചതാ ഞാൻ. എന്നാ ഇവളെ തിരിച്ചു തരാൻ കൂടിയാ ഞങ്ങളിപ്പോ വന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഇനി ഇവളെ വേദനിപ്പിക്കാൻ കഴിയില്ല, എനിക്കത് ഉറപ്പാ. വേണ്ട, കൊണ്ടുപോയിക്കോ. ഇവള് നിങ്ങളുടെ ചിന്നമണിയാണ്. ഇവളെ രുക്മിണി എന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഈ ജന്മം എനിക്കില്ല. ചെയ്തു പോയി, ഒരുപാട് പാപം ചെയ്തു പോയി. അതെല്ലാം എങ്ങനെ തിരുത്തണമെന്ന് എനിക്കറിയില്ല. അളിയനിവിടെ ലക്ഷം ലക്ഷം എണ്ണ കൊണ്ടിരുന്നോ? സകല എണ്ണ ഇപ്പൊ തെറ്റും. ആ ദിനകരനും ചിന്നക്കുറിപ്പും മച്ചാനുമായി. ദിനകരൻ ഇപ്പൊ ദിനകര കുറിപ്പാ. ആ പെണ്ണ് തറവാട്ട് ചെന്ന് കയറി. ചിന്നക്കുറിപ്പ് നമ്മളെ പോലീസിന് ഒറ്റി. അവന്റെ കണ്ണ് ഞാൻ പിടിച്ചെടുക്കും. ഇറങ്ങണം നമ്മുടെ ആൾക്കാരെ. എടാ ചിന്ന, നീ അവന് ഒന്നായല്ലേ? ഇറങ്ങി വേണേ ഇവിടെ. നീ എന്നെ ഞൊട്ടുമല്ലേ? ഞൊട്ടും. ഇത്രയും കാലം കുറുപ്പ് മുതലാളി ഞങ്ങളെ ഞൊട്ടിയില്ലേ, ഇപ്പൊ ഞങ്ങൾ മുതലാളി ഞൊട്ടി. അറിഞ്ഞിട്ട് എന്നെ ഞൊട്ടിയെ. ഇനി ഒന്ന് പുഴുങ്ങേണ്ട കാര്യമുള്ളൂ. അതും കൂടി കഴിഞ്ഞ് എല്ലാവർക്കും കൂടി വട്ടൂട്ടി തിന്നാം. എന്താ പുഴുങ്ങിക്കോട്ടെ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്ന് തന്നാ നാട്ടുകാർ വെറുതെ വിടും. ഇല്ലെങ്കിൽ തുമ്പശ്ശേരി കുറിപ്പെന്ന് സ്വർഗത്തെത്തും. സ്വർഗത്തിലടാ, നരകത്തില്. കഥ കഴിഞ്ഞു. തുമ്പശ്ശേരിക്കുറിപ്പ് ചിന്നക്കുറിപ്പിനെ കുത്തിയേ. തുമ്പശ്ശേരിക്കുറിപ്പ് ചിന്നക്കുറിപ്പിനെ കുത്തിയേ. തുമ്പശ്ശേരിക്കുറിപ്പ് ചിന്നക്കുറിപ്പിനെ കുത്തി. എപ്പ കുത്തി? ഇപ്പൊ എത്ര കുത്ത്? ഒറ്റ കുത്ത്. എവിടെ കുത്തി? എവിടെയോ കുത്തി. അധികാരി വിളിച്ചിട്ട് കാര്യമില്ല. അധികാരിക്ക് തല്ലാൻ അറിഞ്ഞൂടാ. സന്തോഷം.
ഇനി എന്താ ചെയ്തോ? ഒരു പ്രത്യേക അറിയിപ്പ്. തല്ലുകാരുടെ ശ്രദ്ധയ്ക്ക് അധികാരിയാണ് പറയുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ ഗ്രൗണ്ട് ഇറങ്ങി തല്ലരുത്. ഇപ്പൊ ഇറങ്ങിയവർ തല്ലിയാൽ മതി. അതിനുള്ള ആൾക്കാരെ തുമ്പശ്ശേരി കുറിപ്പ് കൊണ്ടുവന്നിട്ടുള്ളൂ. ഗോവിന്ദേട്ടോട് കയറാൻ പരാതിക്കാരി ഞാൻ ഇറങ്ങിക്കോളാം. നിന്നെ വിശ്വസിച്ചോ നീ ഫൗള് കളിക്കും. ഞാൻ പൗളി കളിക്കില്ല. എവരാവൻ? മാഷിനെ മോനെ വിടറാ. അയ്യോ തോക്ക്. അയ്യോ കുറിപ്പ് തോക്കുമായിട്ട് വരുന്നു. ഒന്ന് മാറോ കൊല്ലും ഞാൻ. മാഷ മോനെ വിടറാ, കൊല്ലും ഞാൻ. ആൻസർ ഒന്ന് മാറോ ബഹളം വെക്കില്ല. ഒന്ന് മാറോ വിളിക്കാവനെ കൊല്ലും ഞാൻ. മാഷ മോനെ എവിടെ ഇരിക്കുന്നു? കൊല്ലണവരെ വിളിക്കാവൻ. ആരും പേടിക്കണ്ട, കയ്യും പൊക്കി നിന്നാ മതി. ഞാനും പേടിക്കുന്നില്ല. ഇത് ചൗമാരെ കൊണ്ട് താടാ. ഞാനൊന്ന് കൊന്ന് കളിക്കട്ടടാ. അധികാരിയാണ് പറയണത്. അച്ചടക്കത്തോടെ കൈ പൊക്കും. ആരും ബഹളം വെക്കല്ലേ. ഒന്നും പേടിക്കാനില്ല. വിളിക്കാവേ. അയ്യോ വിനയൻ അച്ഛൻ ഞാനിവിടെ ഉണ്ട്. കൈപൊക്കി കൈപൊക്കി തോക്ക്. അവനെ കൊണ്ടുപോടാ. ഞാനൊന്ന് കൊല്ലട്ടെ. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അയാൾ വെടിവെക്കട്ടെ. എന്താ സംഭവിക്കണമെന്ന് നോക്കാലോ. ഒന്നും സംഭവിക്കില്ല. വെടിയുണ്ടാ നീ ചത്തുപോകും. അച്ഛാ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. വെടിയുണ്ടെങ്കിൽ അച്ഛനും അമ്മയില്ല. എനിക്ക് അവനെ കൊല്ലണം. ഏട്ടാ വെടിവെക്കല്ലേ, വെടിവെക്കല്ലേ, അനങ്ങി പോരുത്. ഏട്ടാ ആ തോക്കിൽ ഉണ്ടയില്ല, ഉണ്ട ഇതിലാണ്. പറയുന്നത് കേൾക്ക്, ഇതിലാണ് ഉണ്ട. ഇത് ഞാൻ ഉണ്ടായിട്ടാണല്ലോ. ആരാ എടുക്കാൻ പറഞ്ഞേ? ഞാൻ എടുത്തതൊന്നുമല്ല, ഇത് വേറെ ജാതി ഉണ്ടയാണ്. സംശയം ഉണ്ടെങ്കിൽ നോക്ക്, ഒന്നേ ഉള്ളൂ. ഉണ്ട വരുന്നു, മാറിക്കോ. പോണു അല്ല മുട്ടി. അതും പോയി. കുറിപ്പ് ചരിഞ്ഞു. വേഗം വിട്ടോ, ഏട്ടന്റെ കാറ്റ് പോയി. ചന്ദ്രപ്പനവിടെ? ആ കുറുപ്പിനെതിരെ വെള്ളം കൊടുക്ക. വെള്ളം കുടിക്കാണ്ട് ചാവണ്ട. വെടികൊണ്ട വെള്ളം കൊടുക്കാൻ പാടില്ല, പെട്ടെന്ന് ചത്തുപോകും. ചത്തുന്ന് സംശയമുണ്ട്. അയ്യോ ഇയാളെ എങ്ങനെയല്ലേ രക്ഷിക്ക്? ഇയാളെ ചത്ത ശരിയാവൂല. നമ്മുടെ ഒരുപാട് സാധനങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. ഇനി സാധനങ്ങൾ കിട്ടാനുണ്ടോ? അളിയന് വെടിയേറ്റു. അളിയനെ ജനാർദ്ദനക്കുറിപ്പായിട്ടും വെടിവെച്ചു. എപ്പോ? ഇപ്പൊ ഉണ്ട കേറിട്ടേ ഉള്ളൂ. അളിയന് വെടി കൊണ്ടിട്ട് അടുത്ത് ചിരിക്കുന്നോ? ഇത്ര ദുഷ്ടിയാണ് നടത്തി. നീ പോടാ. അവനെ വെടിവെക്കാനും തല്ലാനും കൊല്ലാനും ഒക്കെ അങ്ങേര് തന്നെയല്ലേ പഠിപ്പിച്ചത്. ആ വെടി പോക്ക ഒരുണ്ട വെറുതെ പോയി. വണ്ടി നിർത്ത്. ഞാൻ അടുത്തോടെ വിവരം പറഞ്ഞു. എന്ത് വിവരം? അളിയന് വെടി കൊണ്ട് വിവരം. ഉണ്ട കയ്യിന്ന് പോടാ ചന്ദ്രപ്പ. ഏട്ടൻ ചത്തു വീഴുന്നത് ഈ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. നീ മാവോട്ടാൻ പറ. ആരാണ് വെടിവെച്ചത്? ഞാനല്ല, ഇവനാ. അയ്യോ ഞാനല്ല. എന്നാ സൂയിസൈഡാ? സൂയിസൈഡാ. ഒരു സംശയമില്ല, സൂയിസൈഡാ. ഉണ്ട തലയ്ക്ക് കൊണ്ടിട്ടില്ല, ഹാർട്ടിനും കൊണ്ടിട്ടില്ല, അതുണ്ടോ? വയറിനും കൊണ്ടിട്ടില്ല, കാലിലും കൊണ്ടിട്ടില്ല. സമാധാനായി. ഉണ്ട എവിടെങ്ങും കാണാനേ ഇല്ല. പിന്നെ ഉണ്ട എവിടെ പോയി? ഹാവൂ സമാധാനായി. എടോ കുറുപ്പേ, ജീവൻ വെച്ചല്ലോ. എഴുന്നേക്ക് മോനെ. കണ്ടോ? ഈ കാണുന്ന ആൾക്കാരെ മുഴുവൻ കണ്ടോ? ഇവരൊക്കെ ഓരോ ദിവസം കോടതി വന്ന് സത്യം വിളിച്ചു പറഞ്ഞാൽ കോടതി തരുന്ന ശിക്ഷ അനുഭവിക്കാൻ തന്റെ ഇനിയുള്ള ആയുസ് തികയില്ല. അപ്പൊ താൻ എന്താ ചെയ്യാ? തുലാം 16 കഴിഞ്ഞ് തന്നെ പൊക്കിയാ മതി എന്നാ SP ഇൻസ്പെക്ടറോട് പറഞ്ഞത്. അതിനു മുമ്പ് താൻ തന്നെ പൊക്കി. അയ്യോ മോനെ ക്ഷമിക്കടാ മാഷേ. നിനക്ക് മാപ്പില്ല കുറുപ്പേ. നീ എന്നെ ചതിച്ചു, ഈ നാട്ടുകാരെ മുഴുവൻ ചതിച്ചു. നിന്നെ വിശ്വസിച്ച നിന്നെ പോലുള്ള ചിന്ന കുറുപ്പിനെ വരെ നീ കുത്തി. ഞാൻ ഒന്നല്ലേ കുത്തിയുള്ളൂ. അത് മതി, ബാക്കി ഞാൻ അവിടെ ചെന്ന് തരാം. അയ്യോ
കുറുപ്പേ Time waste ചെയ്യല്ലേ? ആരോടും ക്ഷമ ചോദിക്കാം അച്ഛനെന്താ ഒരു വിഷമം പോലെ? വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമമുണ്ട്. ഇനി ആ മാല എങ്ങോട്ടിട്ടോളൂ. ഞാൻ കാത്തിരിക്കായിരുന്നു. എന്തേ വൈകിയേ? കണ്ടോ നമ്മുടെ മോനെ കണ്ടോ, മോളെ കണ്ടോ, അവർക്ക് കിട്ടിയ ചിന്നമ്മണിയും സഹദേവനെയും കണ്ടോ? എനിക്ക് വേണ്ടി ഇത്തിരി പൂക്കള് അവരുടെ നേരെ എറിയോ മാഷേ? പിന്നെന്താ, ഞാൻ അറിയാലോ. എന്താ അച്ഛത്? അമ്മ എവിടെ വന്നോ? വന്നു തോന്നണേ. രാധയുടെ അമ്മ ഇടക്കിടക്ക് ഇങ്ങനെ വരാറുണ്ടെന്ന് രാധ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നേരായിട്ട് വന്നോ മാഷെ? ഇതെന്താ കയ്യില്? ഇത്തിരി പൂവാ. എന്റെ അടുത്ത് പോകുന്നുണ്ട്, വന്നോ? എന്നെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോവൂ. പൂവാൻ ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല. ഞാൻ അവളെ മനസ്സുകൊണ്ട് വരുത്താറേ ഉള്ളൂ. ഓരോ വിശേഷം ഉണ്ടാവുമ്പോഴും ഞാൻ അവളെ ഓർക്കും, അവള് വരും. ഇത് ഞാൻ ഇന്ന് രാവിലെ അമ്മയുടെ അടുത്ത് പോയി ആ പൂമരച്ചോട്ടിന്ന് പെറുക്കിയതാ. സത്യമായിട്ടും പെറുക്കിയതാ. അച്ഛാ, ഇവരാരെയും നോക്കണേ?